സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഭരണപക്ഷ MLA ആഭ്യന്തര വകുപ്പിനെതിരെ വിസിൽ ബ്ലോവർ ആവുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൽ ഉന്നത പോലീസ് സ്ഥാനത്തിരിക്കുന്ന ADGP MR അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കുന്ന കാഴ്ചയും. ഏതായാലും ഇനി ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്തേക്ക് ആരെയാണ് സർക്കാർ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവിയായ H വെങ്കടേഷിൻ്റെ പേരിനാണ് മുൻഗണന. ഇതിനൊപ്പം തന്നെ ജയിൽ വകുപ്പ് മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യായയുടെ പേരുമുണ്ട്. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിൻ്റെ പേരും പട്ടികയിലുണ്ട്. ഇതിൽ H വെങ്കടേഷിന് കൂടുതൽ പരിഗണന ലഭിക്കാനാണ് സാധ്യത. അതിനൊപ്പം തന്നെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ് എന്നുള്ള ആകാംക്ഷയുമുണ്ട്. അത് നിലവിൽ വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയാണോ അതല്ലെങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായ പത്മകുമാറാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതൊക്കെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ PV അൻവർ MLA-യുമായി നടത്തിയ ഫോൺ സംഭാഷണത്തോടെ വെട്ടിലായ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതും സംബന്ധിച്ചുള്ള ഉത്തരവും അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. പ്രജീഷ്. ശരി, R അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അങ്ങനെ സംസ്ഥാനത്തെ ഞെട്ടിപ്പിച്ച ഒരു നടപടിയാണിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ നടപടിയിലേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിഥികളായ റെജി ലൂക്കോസും MK ഹരിദാസും ആണ് ചേരുന്നത്. ശ്രീ MK ഹരിദാസ്, കേരള പോലീസിലെ ഇന്നത്തെ സംഭവങ്ങൾ നോക്കുമ്പോൾ അത് ഇവിടുത്തെ ഓരോ വ്യക്തി, ഞാനടക്കം താങ്കളടക്കം ഉള്ള ആളുകളെ അമ്പരപ്പിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാം ജീവനും സ്വത്തിനും സുരക്ഷയേകേണ്ട സംവിധാനമാണ് പോലീസ് എന്നുള്ളത്. ആ പോലീസിന്റെ തലപ്പത്ത് ദാവൂദിനെ റോൾ മോഡലാക്കി ഒരു കൊടും ക്രിമിനലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മളെ പ്രദാനം ചെയ്യുന്ന നിയമസഭയിലെ ഒരു അംഗം PV അൻവർ MLA ആണ്. ഇന്നിപ്പോൾ അനുബന്ധമായി അടക്കം വരുന്ന ADGPക്കെതിരെ പുറത്തേക്ക് വരുന്ന തെളിവുകളൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിലെ നികുതിദായകരായ ജനങ്ങൾ ഭയവിഹുലരാണ്. ഇതിപ്പോൾ ഒരു അജിത് കുമാർ മാത്രമേ പോയിട്ടുള്ളൂ. ഇനി എന്താ അൻവറിനോട് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, എനിക്ക് 25 കൊല്ലത്തെ സർവീസ് ഉണ്ട്, ഞാൻ അങ്ങയുടെ അടിമയായി നിന്നുകൊണ്ട് എല്ലാം ചെയ്തു തരാം, ദയവ് ചെയ്ത് എനിക്കുള്ള പരാതി പിൻവലിക്കൂ. അപ്പോൾ ഒരു അജിത് കുമാറായി ഒരു സുജിത് ദാസായി ഇത്തരത്തിൽ ഇങ്ങനെ അടിമകളാകാനും ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് എത്ര പേർ പോലീസിലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പോൾ നികുതി കൊടുക്കുന്ന ജനങ്ങളെ അങ്ങേയറ്റം വിഡ്ഢിയാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 3 മാസവും 3 കൊല്ലവും 5 മാസത്തെയും ഭരണം നടന്നിരിക്കുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ഭരണത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് തന്നെ അദ്ദേഹം മടിയിൽ വെച്ച് താലോലിച്ചിരുന്ന ശിവശങ്കരനിൽ നിന്ന് കിട്ടിയ പ്രഹരത്തേക്കാൾ വലിയ പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ശിവശങ്കരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് കള്ളക്കടത്തിനും വ്യഭിചാരത്തിനുമൊക്കെയാണ് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇത് അതല്ല. കേരളത്തിൻ്റെ ക്രമസമാധാനം നില, കേരളത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിലൂടെ ചോർന്നു പോയിട്ടുണ്ട്. ഈ അൻവർ പറയുന്നതാണോ ശരി? അല്ല. ഇനി നാളെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇത്ര ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് പ്രതീക്ഷയെ മനസ്സിലാക്കൂ. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 57 മുതലുള്ള എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലരുമായിട്ട് ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് സംസാരിച്ചു, ഒരു സർക്കാർ നേരിടാത്തൊരു പ്രതിസന്ധിയാണിത്. അതായത് ഒരു ADGPയെ, ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, അതും DGPക്ക് മുകളിലിരുന്നു കൊണ്ട് കേരളത്തെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ADGPയെ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് മാറ്റുവാനും അതുമാതിരി തന്നെ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനും ഉണ്ടായ ഒരു സാഹചര്യം താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുമാതിരി തന്നെ എന്താണ് ഈ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് ഈ മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇത്രയേറെ പരാജയമാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാതെ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ പുഴുക്കുത്തുകളെ മാറ്റി നിർത്തുമെന്ന്. അപ്പോൾ പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴാണോ ബോധ്യമായത്? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചർച്ചയിൽ പറയുമ്പോൾ ഇടതുപക്ഷ വിരോധികളാണ് ഇവരെന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയായിരുന്നു. പ്രതീക്ഷ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 6 മാസമോ 7 മാസമോ മുമ്പാണ് കേരള ഹൈക്കോടതിയിൽ പരമോന്നത നീതിപീഠത്തിലെ ലക്ഷ്മണ IG-യാണ്, പോലീസിലെ IG റാങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി ഒരു അഫിഡവിറ്റ് കൊടുത്തത് പ്രതീക്ഷിന് ഓർമ്മയില്ലേ? എന്ത് പറഞ്ഞിട്ടാണ് കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കോക്കസായി മാറിയിരിക്കുന്നു, അവിടെ പലതും ഒത്തുതീർപ്പാക്കുന്നു, ഭൂമാഫിയയുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നു, കള്ളക്കടത്ത് ഒത്തുതീർപ്പാക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൽ ചെലുത്തിയ ഉദ്യോഗസ്ഥർ അവര് എവിടെയൊക്കെയാണെന്ന് പോലും അവർക്ക് പോസ്റ്റ് ചെയ്തപ്പോഴും നമുക്കറിയില്ല. ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് പോലും ചെയ്തെന്താണ്? മാധ്യമ പ്രവർത്തകൻ ഒരു പ്രതിയുടെ ചിത്രം ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അത് പകർത്തിയതിൻ്റെ പേരിൽ മറുതലയ്ക്കൽ കൊണ്ട് ചേർത്ത് കെട്ടി ഈ നല്ല ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെയാണ് ഈ സേനയ്ക്ക് വേണ്ടി ഈ മഹാൻ ചെയ്തിരിക്കുന്ന സ്തുത്യർഹ സേവനങ്ങൾ. പറയാം താങ്കൾക്ക്. അതിന് ഈ മഹാനെ മാത്രം എങ്ങനെയാണ് കുറ്റം പറയുക? ഈ മഹാനാണോ കേരള പോലീസിനെ ഭരിക്കുന്നത്?
ആഭ്യന്തര വകുപ്പല്ലേ കേരള പോലീസിനെ ഭരിക്കേണ്ടത്? ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കാരണം കൊണ്ടല്ലേ 39 പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടക്കുന്നത്? ഇന്നലെ ഒരു ചാനൽ ചർച്ചയിലെ ഒരു ഇടതുപക്ഷ അനുഭാവി പറയുന്നത് കേട്ടു, അദ്ദേഹം 19 വകുപ്പുകളാണ്, അൻവറും പറയുന്നത് കേട്ടു. 19 വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അത് സംശുദ്ധിയോടുകൂടി ഭരണം കർത്തവ്യം നിറവേറ്റാൻ വേണ്ട ഉദ്യോഗസ്ഥരെ വെച്ച് മുൻപോട്ട് പോകണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, താങ്കൾ ഈ ഇൻട്രോയിൽ ചോദിച്ച മാതിരി കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് അജിത് കുമാറിനെ പറ്റി മാത്രമല്ല അൻവർ പറഞ്ഞിരിക്കുന്നത്. അൻവർ പി ശശിയിലേക്കാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മുഴുവൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അപ്പോൾ ശശിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ശശിയാണ് അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നത്. സുജിത് ദാസും അൻവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അജിത് കുമാർ ഇവിടെ നിന്ന് കളിക്കുന്നത് ഈ മറ്റേ ശശിയുടെ നിയന്ത്രണത്തിലാണ്, ശശിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശശിയെ മാറ്റി നിർത്താതെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്നുള്ള സംശയം തീർച്ചയായും പിൻപറ്റിയുള്ള ചർച്ചയിലേക്ക് തന്നെ പോകണം. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ എം കെ ഹരിദാസ് ചോദിച്ചുയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രി ഒരു കൈകടൽ നയമാണോ സ്വീകരിക്കുന്നത്? കാരണം ഇത്രയും നാൾ ഒരു DGP ഉണ്ടായിരുന്നു. ഞാൻ DGPയുടെ പേര് പോലെ നമ്മുടെ വായിലേക്ക് ഇന്നാണ് സത്യം പറഞ്ഞാൽ ഷെയ്ഖ് ദർബെ സാഹിബ് എന്ന പേര് ഇപ്പം വരുന്നത്. കാരണം വേറെ ആരോ എന്നൊക്കെ, കാരണം MR രാജ്കുമാറിന്റെ പേരാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ അവിടെ DGPയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു അധികാര കേന്ദ്രമായി ഈ വ്യക്തി വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ വളമിട്ട് കൊടുത്തവർ ആരാണ് എന്ന് വ്യക്തമായി തന്നെ PV അൻവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി ഓഫീസിലെ ഉന്നതനായ P ശശി. അപ്പോൾ P ശശിയുടെ കാര്യത്തിൽ മൗനമാണോ മുഖ്യമന്ത്രിക്ക്? ക്ലീൻ ചെയ്യണം, ശുദ്ധികലശം, ശുദ്ധിപ്രക്രിയ നടത്തേണ്ടതല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ? അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ പിൻപറ്റി PV അൻവറിനെ ശരിവെക്കുകയാണെങ്കിൽ ശ്രീ റെജി ലൂക്കോസ്. അല്ല, തീർച്ചയായിട്ടും ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്നുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട PV അൻവർ MLA ഒരു ജനകീയ MLA ആണ്. സാമൂഹിക ദ്രോഹികൾക്കും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ ഒരു മടിയും കൽപ്പിക്കാതെ ഭരണപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള നടപടികൾ പലപ്പോഴും കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നത്, അൻവറെ പോലൊരു MLA, ഒരു ധീരനായ ഒരു MLA ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. തന്നെയുമല്ല അതിനകത്തൊക്കെ ഉപരിയായിട്ട് ഹരിദാസ് പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോ UDF-നെയും LDF-നെയും തമ്മിൽ താരതമ്യപ്പെടുത്തില്ല. UDF-നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനത്തിലെ ഒരുപാട് നാറ്റക്കേസുകൾ പറയേണ്ടി വരും. ഇപ്പൊ തന്നെ കേസ് വിടുവാല് ഇവിടെ പ്രതികരിച്ചിരുന്നൊന്നും ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അതൊന്നും വലിച്ചടിക്കുന്ന ആ സോളർ കേസിലെ മാതൃഭൂമി ചാനലിനോട് വരെ ഇത് വെളിപ്പെടുത്തിയത് കേരളം കേട്ടതാണ്. പ്രശ്നം അതല്ല. ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് ADGP അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയും ബഹുമാനപ്പെട്ട അൻവർ ഇന്നലെ ഇന്നുമായിട്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ വസ്തുതകൾ, ആരോപണങ്ങൾ, ചില ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ കേരളത്തിന് പൊതുസഭ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കേണ്ട, പോലീസ് ഓഫീസർ അസോസിയേഷന്റെ സംസാര സമ്മേളനത്തിൽ പങ്കെടുക്കവേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. നിങ്ങൾ അത് തമസ്കരിച്ചുകൊണ്ട് ചർച്ചയിൽ പോകരുത്. അതായത് അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളുണ്ട്. അതായത് അഴുക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റുകാരായിട്ടുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഈ സേനയിൽ ആവശ്യമില്ല. ഇതുവരെ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഒരു MLA-ക്ക് വന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. ഒരു ഭരണകക്ഷി MLA-ക്കാണ് അത് പറയേണ്ടി വരുന്നത്. 1. 2, ഒരു AG ഒരു സ്വന്തം ഒരു സങ്കേതം നിശ്ചയിച്ച് ഒരു താവളം ഒരുക്കുകയാണ് ഈ ADGP പോലീസ് ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട്. അവിടെ ഒരു AGയെ സ്വന്തമായി നിശ്ചയിക്കുന്നു, DGPയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്. വളരെ ഗൗരവമാണ്. ഒരു പ്രത്യേക ഒരു IPS ഓഫീസറെ സൈബർ സെല്ലിൽ ഫോൺ ചോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ ചോർത്തുന്നത് മറ്റുള്ളവരുടെ ആരുടെയുമല്ല, മന്ത്രിമാരുടെ, മാധ്യമപ്രവർത്തകരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു AGയെ പ്രത്യേകം നിയമിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു തെളിവായിട്ട് ഒരു പക്ഷേ ബാക്കി അൻവറിന്റെ ആരോപണങ്ങളെ പിൻപറ്റി അന്വേഷിക്കണം. അതൊക്കെ അറിഞ്ഞിട്ടും അതിന്റെ തലവനായ ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗതികേടല്ലേ, ഒരു പിഴവല്ലേ അത്? അല്ല പ്രതീക്ഷ, ഞാനത് ചോദിക്കട്ടെ. അതൊക്കെ ഇപ്പൊ ബഹുമാനപ്പെട്ട അൻവർ MLA ആരോപിച്ച ആരോപണങ്ങളാണ്. അതിനുവേണ്ടിയിട്ടാണല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി. അവരുടെ തന്നെ വേദിയിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് തന്നെ ഈ ADGPയുടെ സാന്നിധ്യത്തിൽ അത്തരം പുഴുക്കുത്തുകൾ ഈ സേനയിൽ വേണ്ടാന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ അവിടെ കൈയടിച്ചത് നിങ്ങൾ കേട്ടില്ല? നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തല്ലോ. അതായത് കേരളത്തിലെ പോലീസിലെ 95-96% ആൾക്കാർ നീതിമാന്മാരും ഉദ്യോഗസ്ഥന്മാരെന്നുള്ള ഏറ്റവും ഒരു തെളിവല്ലേ മുഖ്യമന്ത്രിക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്? ഇനി അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ.
പുറത്തു വരുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് തെളിവ് സഹിതം പുറത്തു വരുമ്പോഴല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരെ അഭിരമിക്കുകയല്ല വേണ്ടത്, ആ കയ്യടിയിൽ അഭിരമിക്കുകയല്ല വേണ്ടത്. അൻവറിനെ ഒരു നിമിഷം പോലും ഇന്ന് മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. എം.വി. ഗോവിന്ദൻ ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടില്ല. ഒരു സൈബർ ഇടങ്ങളിലോ അൻവറിനെ സാധാരണ സർക്കാരിനെതിരെ ഉന്നമിടുമ്പോൾ അവിടെ സൈബർ ഇടങ്ങളിൽ പല ഹാൻഡിലുള്ള അഭിപ്രായങ്ങൾ അതുപോലും ഉണ്ടായിട്ടില്ല. പി.വി. അൻവറിനെ അപ്പോൾ പൊതുവെ വിശ്വാസത്തിലെടുക്കുമ്പോൾ അൻവർ ഉന്നയിച്ച പി. ശശി എന്ന വ്യക്തിക്കെതിരായ അദ്ദേഹം പറഞ്ഞതും വിശ്വാസത്തിലെടുത്തേ പറ്റൂ. അവിടെയും അങ്ങനെയെങ്കിൽ പി. ശശി അടക്കം അവിടെ നിന്ന് നീക്കാൻ ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി. അത് പ്രതീക്ഷിക്കാമോ മുഖ്യമന്ത്രിയിൽ നിന്നും? എം.കെ. ഹരിദാസ്, ആ ചോദ്യത്തിന്റെ പ്രസക്തി ഒരുപാടില്ലേ? കാരണം മുഖ്യമന്ത്രി കൈയടിച്ചു, അത് കേട്ട് കൂടെ ഇരുന്നവരും കൈയടിച്ചു എന്നാണ് റെജി ലൂക്കോസ് പറഞ്ഞത്. നടപടിയാണ് നമുക്ക് വേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗുരുതര ആരോപണത്തിന്മേൽ. ഒരാഴ്ച മുമ്പ് പി കെ ശശിയെ ഗണേഷ് കുമാറിനെ പി കെ ശശിയും പരസ്പരം പുകഴ്ത്തിയപ്പോഴും അവരുടെ മുൻപിലിരിക്കുന്ന ജനങ്ങൾ കൈയടിച്ചു. അപ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നത് എന്താണ് വാസ്തവം, എന്താണ് പരസ്പരം പറയുന്നത് എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കൈയടിക്കുന്നത് പൊതുജനമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിൽ പരമാവധി അവിടെ ഉണ്ടാവുക പത്രപ്രവർത്തകരും പോലീസ് അസോസിയേഷൻ്റെ മെമ്പർമാരും ഭാരവാഹികളുമാണ്. അവരിനിപ്പോൾ ഇവിടെ പൊതുജനമുണ്ടെങ്കിൽ തന്നെ കൈയടിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടേ? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. കേരള ഹൈക്കോടതിയിലെ ഒരു IG ആണ് അഫിഡവിറ്റ് കൊടുത്തത്. എന്തെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയയാണ്, അവിടെ പല സംഗതികളും ഒത്തുതീർപ്പാക്കുന്നു, കോടതിയിലേക്ക് എത്തിക്കാതെ അതിന് നേതൃത്വം നൽകുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയല്ലേ ഇപ്പോൾ ഈ അൻവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ലജ്ജ തോന്നുന്നു. കേരളത്തിലൊരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കാൻ തോന്നുകയാണ്. കാരണം ഇത്രയേറെ സംഭവങ്ങൾ ഈ പോലീസ് സേനയിൽ നടന്നിട്ട് ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിൽ DGPയെ കവച്ചു വെച്ചുകൊണ്ട് ഒരു ADGP ഉത്തരവുണ്ടല്ലോ, അതിന് ഉത്തരവാണല്ലോ മറ്റതായിട്ട് വരുന്നത്. അതായത് ഇദ്ദേഹം എല്ലാവരുടെയും ഒരു ലൈസൺ ഓഫീസറായി പ്രവർത്തിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതാണ് ഈ സോളാറിന്റെ കഥയും സോളാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ മേൽ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഈ പരാതിക്കാരി തന്നെ അല്പസമയം മുമ്പ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രതികരിക്കുകയും ചെയ്തത്. അപ്പോൾ പ്രതിപക്ഷത്തെ നമ്മൾ അങ്ങനെയല്ലേ കാണാൻ പറ്റൂ? ഞാൻ അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. ഇത്രയും മോശമായൊരു പ്രതിപക്ഷമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും ക്രമസമാധാനവും ഒക്കെ കുത്തഴിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ സത്യസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള അവർക്കതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ അവർ എത്രത്തോളം വിജയിക്കുമെന്ന് തന്നെയാണ്. കാരണം എനിക്കും പ്രതീക്ഷണ ഇത്തരത്തിൽ വാർത്ത വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇൻട്രോ ആയിട്ടൊക്കെ പറയാം, എനിക്ക് ഇത്തരം ചർച്ചകളിൽ പറയാം. പക്ഷെ ഇതിൻ്റെ സത്യസ്ഥിതി നാളെ ഇത് കേവലം അൻവറിൻ്റെ ഊഹാപോഹങ്ങളും അൻവർ VD സതീശനെതിരായി കൊണ്ടുവന്ന 1.5 കോടിയുടെ ആരോപണവും പോലുള്ളൊരു സംഭവമാണെന്നുള്ളൊരു റിപ്പോർട്ട് വന്നുകൊണ്ട് ഈ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വീണ്ടും നമുക്കറിയില്ലേ നമ്മുടെ ശിവശങ്കരൻ തിരിച്ച് കുറച്ചു കാലം സർവീസിലിരുന്നു. അതുപോലെ തന്നെ ഒരു IPS ഓഫീസറാണ്. അപ്പം അന്വേഷണം നേരിട്ടിട്ട് അതിന് കൃത്യമായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇതേ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിൻ്റെ പോലീസ് സേനയിൽ വന്നുകൊണ്ട് ഒരുപക്ഷെ ഒരു സോപ്പ് കമ്പനിയുടെ MD ആയിട്ട് പോലും പ്രവർത്തിക്കുന്നത് കേരളത്തിന് നാണക്കേടല്ലേ പ്രതീക്ഷ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെന്ന്, ഇത്തരത്തിലൊരു പ്രതിപക്ഷത്തിൻ്റെ കീഴിലും ഇത്തരത്തിലൊരു ഭരണത്തിൻ്റെ കീഴിലും ജീവിക്കേണ്ടി വന്നിട്ട് കൃത്യമായ നികുതി കൊടുക്കേണ്ടി വന്ന ജനങ്ങൾ അങ്ങേയറ്റം ആശങ്കാകുലരാണ് എന്നുള്ളത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പോലീസ് മേധാവിയാണ് പറയുന്നത്. എന്തെന്ന്, ഞാൻ അങ്ങയുടെ അടിമയായിരിക്കാമെന്ന്. ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടില്ല ഇന്നലെ അൻവർ. എന്തേ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നവരും ഇതൊന്നും അറിയാതെ പോയത്? ഇപ്പം റെജി ലൂക്കോസ് പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചിട്ട് പറയുകയാണ്. റെജി ലൂക്കോസ് ഇതൊക്കെ അറിയേണ്ടത് ഈ സേനയെ നയിക്കുന്ന DGPയുടെ ചുമതലയ്ക്ക് അപ്പുറം നമ്മൾ കാണുന്നത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ? എന്തുകൊണ്ടത് അറിയാതെ പോയി എന്ന് പറയുമ്പോഴാണ് അൻവർ ചൂണ്ടിക്കാണിച്ച പി ശശിക്ക് ഈ കാര്യത്തിലുള്ള സ്വാധീനത്തെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാകുന്നത്. അത് ശരിയായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നത് ഈ കാര്യം കൊണ്ടാണ്. കാരണം ശശിയും ഒരു കോക്കസും കൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഭരിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കാതിരിക്കണമോ? അപ്പോൾ ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP കേരളത്തെ കൊലപാതകം ചെയ്തു. ഞാൻ റെജി ലൂക്കോസിനോടാണ് പറയുന്നത്, കൊലപാതകം ചെയ്തു, കള്ളക്കടത്തിന് കൂട്ടുനിന്നു, കൊണ്ടുവരുന്ന സ്വർണം പപ്പാതിയാക്കിക്കൊണ്ട് അതിൽ നിന്നും കൊണ്ടുപോകുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾ മാധ്യമങ്ങളോട് ഈ PV അൻവർ ഇപ്പോൾ 2 മണിക്കൂർ മുൻപേ ഇട്ടത് ശ്രീ റെജി ലൂക്കോസ് സത്യമേവ ജയതേ എന്നാണ്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് PV അൻവർ MLA
ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതിനെ വിശ്വാസത്തിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ പറഞ്ഞ ലിസ്റ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി ശശി എന്ന വ്യക്തി കൂടി ഉള്ളത്. അപ്പോൾ സമഗ്രമായൊരു ശുദ്ധീകരണം വരണമെങ്കിൽ ഈ കുറ്റാരോപിതനെ, ഈ കൊടും ക്രിമിനൽ എന്ന് അൻവർ പറഞ്ഞ വ്യക്തിയെ സംരക്ഷിച്ച ആളാണ് ഈ പി ശശി. പി ശശിക്ക് ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായ നടപടികളുടെ ലിസ്റ്റ് നീളുമെന്ന പ്രതീക്ഷയാണോ താങ്കൾക്കുമുള്ളത്? അല്ല, പ്രതീക്ഷ നമ്മളതിനെ കാണുന്നത് ബഹുമാനപ്പെട്ട PV അൻവറിന്റെ പ്രതീക്ഷ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും കണ്ടിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് PV ശശിയെ കുറിച്ച് അദ്ദേഹം ഒരു ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു, നോട്ടക്കുറവ് ഉണ്ടായിരുന്നല്ലാതെ മറ്റു ആരോപണങ്ങളൊന്നും ഈ പറയുന്ന അജിത് കുമാറോടൊപ്പം അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും ബഹുമാനപ്പെട്ട അൻവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പി ശശി ഇതിനകത്ത് കടന്നൊരു ആക്രമണം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളെ കുറിച്ച് പിന്നെ ബഹുമാനപ്പെട്ട അൻവർ പറഞ്ഞു. താങ്കൾ പറഞ്ഞാൽ മുഖ്യമന്ത്രി അറിയുന്നില്ല, മറ്റുള്ളവർ അറിയുന്നില്ല. അപ്പോൾ ഈ സ്വയം ഒരു സങ്കേതം ഒരുക്കാൻ തക്ക ഈ ADGP MR അജിത് കുമാറിന് എങ്ങനെ കഴിഞ്ഞു? ഒരു ഉത്തരവാദിത്വം നാദിനില്ലാ കളരിയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നാദിനില്ല കളരിയാണ് എങ്കിൽ കേരളം ഒരു അഴിഞ്ഞാട്ടത്തിന്റെ മേഖലയായിട്ട് മാറുന്നില്ല പോലീസിന്റെ. കേരള പോലീസ് അങ്ങനെ പോലീസാണോ പ്രതീക്ഷ പറയാൻ പറ്റും? ഇവിടെ എത്ര കൃത്യമായിട്ടില്ല പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് മുഴുവൻ മോശമാണെന്ന്, മുഖ്യമന്ത്രിയുടെ കഴിവുകളാണെന്നൊക്കെ വർണ്ണിക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. അവരും കൂടെ സമയം പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ പുറപ്പെട്ടെ മുഖ്യമന്ത്രിക്ക് തിരക്കുണ്ട്. അൻവറിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഈ 10-29 വകുപ്പുകൾ അദ്ദേഹം ഓരോ ആളുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഏൽപ്പിച്ച ആളുകളിൽ ഒന്നാണ് ഈ പി ശശി. ഈ പി ശശിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ ശ്രീ റെജി ലൂക്കോസ്? പലതവണ ചൂണ്ടിക്കാട്ടി കത്തിലൂടെ അറിയിച്ചു, അന്നൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്നു എന്ന പരിധിയിലേക്ക് പി ശശിയും വരികയാണ്. അല്ല, പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വിവരം അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇങ്ങനെ വേട്ടയാടുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അൻവർ തന്നെ അദ്ദേഹത്തിന് ഒരു അഴിമതി ആരോപണങ്ങളോ അല്ല മറ്റെന്തെങ്കിലും കൂട്ടുനിന്ന ആരോപണത്തെ കുറിച്ച് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. നിങ്ങളില്ലാത്ത കാര്യങ്ങൾ എന്താണ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം അറിയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോട്ടപ്രശ്നം ഉണ്ടായിട്ട് മാത്രമേ അൻവർ പറഞ്ഞുള്ളൂ. ഇന്നലത്തെ മാധ്യമ സമ്മേളനത്തിൽ ഇതേ ആരോപണം അൻവറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ക്ലിയർ. ഇവിടെ അതല്ല വിഷയം. ഇവിടുത്തെ പ്രശ്നം കുറ്റാരോപിതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പരാതി വന്നാൽ ഒരു അന്വേഷണം പോലും നടത്തുന്നതിന് മുമ്പ് ഒരു നടപടി സ്വീകരിച്ചു സർക്കാരേ ഉള്ളൂ. 108 ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞുകൊണ്ട് 2 പേര് DYSP ആണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ ഈ ADGPയുടെ പേരിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. മറ്റൊരു SP, പത്തനംതിട്ട SP-യുടെ സസ്പെൻഷനിലേക്ക് കടക്കുന്നു. ഇതിനപ്പുറം സർക്കാരിന് ചെയ്യാൻ പറ്റുക? അത് ഏത് ഗവൺമെന്റ് പരിചയത്തിലെ പുഴുക്കുത്തുകളുണ്ട്. ഇപ്പൊ വേണുഗോപാലിനെ കുറിച്ച് ആരോപണം എന്തോടെ പുറത്തു വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് സോളാർ കേസിൽ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അന്ന് ഈ ആരോപണങ്ങൾ വന്നു. അന്ന് ആരെങ്കിലും ഈ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? IPS ഉദ്യോഗസ്ഥന്മാരിൽ നിന്നല്ലേ ഉള്ളൂ നമുക്ക് ഒരു ഗവൺമെന്റ് ഇത്തരം തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ രണ്ടാം ഊഴത്തിലാണ് വിവാദ നായകൻ. രണ്ടാം ഊഴത്തിൽ ഒരു കീ പോസ്റ്റ് കൊടുത്തപ്പോൾ പോലും ചിന്തിച്ചില്ലേ ശ്രീ റെജി ലൂക്കോസ്? ആരോപണം നിഴൽ നിൽക്കുന്ന ഒരാൾക്ക് രണ്ടാം ഊഴത്തിലാണ് ഈ ആരോപണം. അപ്പോഴും ഒരു സംശുദ്ധിയുമില്ലാത്ത ഒരു ലൈസൺ ഓഫീസറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടി നിൽക്കുന്ന ഒരാളെ, അതും ഒരു കീ പോസ്റ്റ്, സംസ്ഥാനത്തിന്റെ എന്റെയും താങ്കളുടെയും ഒക്കെ ക്രമസമാധാനത്തിന്റെ ചുമതല താക്കോൽ ഏൽപ്പിച്ചത് ഒരു കള്ളനെയാണോ നിങ്ങൾ ഏൽപ്പിച്ചത്? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കള്ളൻ എന്നുള്ള പേര് ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പറയാനുള്ള എല്ലാ അവകാശ പ്രതീക്ഷയുണ്ട്. ഞാൻ അംഗീകരിച്ചുകൊണ്ടത് പറയട്ടെ. എവിടെയെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടന്ന് അദ്ദേഹം കുറ്റവാളികളെ കണ്ടെങ്കിലാണെങ്കിൽ സർക്കാരിന് സ്വാഭാവികമായിട്ട് കീ പോസ്റ്റിൽ കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി. സോളാർ കേസ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു അന്വേഷണത്തിനോ ഇദ്ദേഹം കുറ്റവാളിയാണെന്നോ സർക്കാർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥന്മാർ റാങ്കിന്റെ പദവി അനുസരിച്ചല്ലേ അവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം പോലീസിനെ കൊണ്ടുവന്ന് പല പരിഷ്കരണങ്ങളുണ്ട്. അത് നിങ്ങൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ലെന്നല്ല, അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. ഈ പാർട്ടിയുടെ ഏതാണ്ട് 99% ആൾക്കാരൊക്കെ തന്നെയാ ശക്തമായ നടപടി സ്വീകരിക്കും ആരോപണങ്ങൾക്കെതിരെ എന്നുള്ളത് പാർട്ടിയുടെ സെക്രട്ടറി ഇന്ന് തന്റെ അടുത്തോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം രമൺ ശ്രീവാസെ പോലുള്ളവര് ആ ഈ പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നതുകൊണ്ട് ലോകമറിഞ്ഞു ഇങ്ങനെ ഒരാളായിരുന്നു ഈ വ്യക്തി എന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടയില്ല വെടി പോലെ PV അൻവർ ആണല്ലോ പറഞ്ഞത് എന്ന് കരുതി തള്ളുമായിരുന്നു. PV അൻവർ അത് ആ ഒരു കൂർമ്മ ബുദ്ധി കാണിച്ചു. ഈ ഫോൺ അതിൽ നമുക്കൊരു പക്ഷേ പല രീതിയും വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് പറയുന്നത്, റെക്കോർഡ് ചെയ്യാമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ അത് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഈ ഒരു സംഭവത്തിലേക്ക് കുറിച്ചൊക്കെ കേരളം അറിയാനും അതിന്മേലൊരു അന്വേഷണം നടക്കാനും ഒക്കെ ഇടയായി.
അല്ല പ്രതീക്ഷ PV അൻവർ MLA ഞാൻ ഈ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് തന്നെയാണ് സാധാരണ MLA-മാർക്ക് സുഖിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തലോടി നടക്കുന്ന MLA-മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു MLA ആണ് PV അൻവർ. അദ്ദേഹം CPM-നോടൊപ്പം ചിന്തിക്കുന്ന സഹയാത്രികനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്തത്. ഇത്തരം ഒരു കൊടും തെറ്റ് ചെയ്തവരുടെ ഫോണുകൾ അദ്ദേഹം ക്ഷമയോടുകൂടിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതെന്താ, അദ്ദേഹം അത് ടാപ്പ് ചെയ്തു, അദ്ദേഹം പുറത്തുവിട്ടു. അതൊരു MLA എന്നുള്ളവർക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. ആ ആർജവത്തെ അദ്ദേഹം കാണിച്ചു. ആ ആർജവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആർജവമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി സകലമായി ജോലിയുടയ്ക്കുള്ളതിന് നടപടി സ്വീകരിച്ചില്ലേ? ആരെക്കുറിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? 2 IPS ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്. അതിലൊരാൾ ADGP ആണ്. DGP ആയിട്ട് പോലും വരാൻ സാധ്യത. ശരിയാണ്, തീർച്ചയായും സമയക്കുറവുകൊണ്ടാണ് ശ്രീ റെജി ലൂക്കോസ്. ശ്രീ MK ഹരിദാസ്, നോക്കൂ, ആർക്കും നല്ല മാളികകളും കണ്ണായ സ്ഥലത്തൊക്കെ വീട് വിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കവടിയാർ പോലെ അതും അവിടെ സ്ഥലം വാങ്ങുക എന്ന് പറയുമ്പോഴും വീട് വിൽക്കുക എന്നൊക്കെ പറയുമ്പോഴും ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ വരുമാനം ഒരു 2 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മറ്റ് അലവൻസോ ഒക്കെ നോക്കുമ്പോൾ ഒരു പരിധി നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് കോടികൾ ആ വീട് വെച്ച് പണി പൂർത്തിയാകുമ്പോൾ ഇന്ന് അതിൻ്റെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വിവരം തേടിയാണ് എൻ്റെ ക്ലാരിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ കോടികൾ വിലമതിക്കുന്ന ഒരു വീടാണ് വെക്കാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ പ്ലാനിങ് അടക്കം മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് ലഭിക്കുന്ന പണം, അവിടെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ഒരു MLA ആണ്. പിന്നീട് ഇതിൽ ഒരു മർഡർ കേസ് ആരോപിക്കുന്നത് ഒരു MLA ആണ്. അപ്പോൾ സ്റ്റേറ്റിലെ ഒരു DGP, ഇതേ സേനയിലെ ഒരാൾ, തൊട്ടുമുകളിൽ ഒരു റാങ്ക് വ്യത്യാസത്തിലുള്ള ഒരാൾ അന്വേഷിച്ചാൽ മതിയോ? ഇതിൽ സാമ്പത്തികമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഏജൻസികളുണ്ട്, അവരൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? ഒപ്പം വിപുലമായ രീതിയിലൊരു മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണ്ടതല്ലേ? ഇവിടെ കൈ കഴുകി ലാഘവത്തോടുകൂടി മുഖ്യമന്ത്രിക്കൊരു അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങ് പോയാൽ മതിയാവുന്ന കാര്യമാണോ ഈ വിഷയം, ശ്രീ MK ഹരിദാസ്? ഒരിക്കലുമല്ല. ഇത്തരത്തിൽ ഈ കവടിയാർ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തൊരു മണിമാളികയുടെ ജോലി ഇത്തരത്തിലൊരു ADGP നടത്തിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ പത്രക്കാരോ ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷമോ ഒരു മണം പോലും കിട്ടാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം കാണിച്ച് ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞു ആരോപണം ഉന്നയിച്ചതൊരു MLA അല്ല, അദ്ദേഹം ഭരണകക്ഷി MLA ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ആരാണ് PV അൻവറിൻ്റെ പിന്നിൽ എന്നുള്ള സംഗതി ഇനിയും പുറത്തു വരേണ്ട സംഗതിയാണ്. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പറയാം, ഇത് പോലീസ് സേനയിലെ, സംസ്ഥാന പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണം. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾക്ക് ED-ക്കോ അല്ലെങ്കിൽ നമ്മുടെ SFIക്കോ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം ഒരിക്കലും ആവശ്യപ്പെടില്ല എന്ന് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്. കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസറുടെ റോളിലാണ് ഈ ADGP ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തോണിയിലും കാല് വെച്ച് ഭരിച്ചിരുന്ന ഒരു വ്യക്തിയെ ആരാണ് ഇത്തരത്തിൽ റെക്കമെൻഡ് ചെയ്യുക? നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം. ഞങ്ങൾ ഇന്ന് പൊതുപ്രവർത്തകർ 2-3 പേര് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കിതിന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളൊരു പക്ഷേ പോയെങ്കിൽ, എന്നിട്ട് ഹൈക്കോടതിക്ക് തോന്നിയെങ്കിൽ ഉത്തരവിട്ടെങ്കിലായി. ഇത് വേണ്ടത് മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിൽ എന്താണെന്നറിയോ? ഇതിനൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയെങ്കിലും വേണമായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷനോട് പറയുന്നത് കേട്ടോളോ, ഇത് കേവലം ഊഹാപോഹങ്ങളുടെ നടുവിലുള്ള ഒരു ആരോപണം മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് സേനയിൽ അദ്ദേഹത്തിന് സർവീസ് ഉണ്ടെങ്കിൽ തിരിച്ചു കയറുന്ന അവസ്ഥയിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഭൂലോക കള്ളൻ്റെ കൊട്ടാരത്തിൽ, നമ്മുടെ മോൻസന്റെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങി വിലസിയിരുന്ന ബെഹ്റയെ പിടിച്ചിട്ട് മെട്രോന്റെ MD ആക്കിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിസഭയും. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ക്രമസമാധാന നിലയുടെ ചുമതല ഉണ്ടായിട്ട് പോലും കേരളത്തിലെ ജനങ്ങളുടെ ക്രമസമാധാനം നോക്കാതെ ഇത്തരത്തിലുള്ള കൊലപാതകവും കള്ളക്കടത്തും നടത്തിയെന്ന് അൻവർ ആരോപിക്കുന്ന ഒരു വ്യക്തി കേരള പോലീസ് സേനയിൽ ഇത്രയും കാലം, കഴിഞ്ഞ 3.5 വർഷം, കൃത്യമായിട്ടുള്ള കാലാവധി എനിക്കറിയില്ല, 3.5 വർഷത്തെ ഭരണകാലത്ത് വിലസിയെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പോറലേൽക്കാതെ പുറത്തു വരാനുള്ള കാരണം അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അതിന് വേണ്ടിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുക. ശരി വളരെ നന്ദി ശ്രീ MK ഹരിദാസ്, ഒപ്പം റെജി ലൂക്കോസ്. അങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും വരുമ്പോൾ ഒരു തല ആദ്യം ഉരുളുന്നു. ഇനിയും നമ്പറുകൾ ഉണ്ട് എന്ന സൂചനയാണ് അൻവർ നൽകുന്നത്.